അസ്സലാമു അലൈക്കും. ബിസ്മില്ല അസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 5 അഹ്കാമുൽ ഇസ്ലാം, അതിലെ സെക്കൻഡ് പാർട്ടിലെ രണ്ടാമത്തെ പാഠമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ആ പാഠം നമുക്ക് നോക്കാം. അദ്ദറസു സാനി, രണ്ടാമത്തെ പാഠം. അവ്വലു മൻസിലിൻ. അപ്പോൾ ഈ പാഠത്തിൽ എന്താണ് പറയുന്നത്, നമുക്കതൊന്ന് വായിച്ചു നോക്കാം. മയ്യത്ത് കുളിപ്പിച്ചു, കഫൻ ചെയ്തു, മയ്യത്ത് കട്ടിലിൽ വെച്ചു. നമ്മുടെ സഹോദരൻ കാസിം ഹാജി നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. 80 വർഷമായി നമുക്കിടയിൽ ജീവിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് നമുക്കാർക്കെങ്കിലും പ്രയാസകരമായ വാക്കോ പ്രവൃത്തികളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും അദ്ദേഹത്തിന് പൊരുത്തപ്പെട്ടു കൊടുക്കണം. സാമ്പത്തികമായി വല്ല ഇടപാടുകളുമുണ്ടെങ്കിൽ മകൻ അലി ഹാജിയുമായി ബന്ധപ്പെട്ട് അത് തീർക്കേണ്ടതാണ്. കാസിം ഹാജിക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ഖാലി പറഞ്ഞു. എല്ലാവരും യാസീൻ ഓതി. ഖാലി ദുആ ചെയ്തു. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. മയ്യത്ത് പള്ളിയിലേക്കെടുത്തു. ആളുകൾ ദിക്റ് ചൊല്ലി മയ്യത്തിന്റെ മുന്നിൽ നടന്നു. ജനാസ നിസ്കാരത്തിന് തങ്ങൾ ഉസ്താദ് നേതൃത്വം നൽകി. അദ്ദേഹം പറഞ്ഞു, മയ്യത്ത് നിസ്കാരത്തിന് 4 തക്ബീറുകളാണുള്ളത്. ഒന്നാം തക്ബീറിനു ശേഷം ഫാത്തിഹയും 2ാം തക്ബീറിനു ശേഷം ഇബ്രാഹിമിയ്യ സ്വലാത്തും ചൊല്ലണം. 3ാം തക്ബീറിനു ശേഷം ഈ താഴെ പറയുന്ന ഈ ദുആ നമ്മൾ ചൊല്ലണം. നമുക്ക് 3ാം തക്ബീറിന് ശേഷം ചൊല്ലേണ്ട ആ ദുആ ഒന്ന് നോക്കാം. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി വഅക്രിം നുസുലഹു വവസ്സിർ മദ്ഖലഹു വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബറദി വനക്കിഹി മിനൽ ഖതായ കമാ യുനക്കി സൗബുൽ അബ്യദു മിനദ്ദനസി വഅബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി വഅദ്ഖിൽഹുൽ ജന്നത വഅഇദ്ഹു മിൻ അദാബിൽ ഖബ്രി വഫിത്നതിഹി വമിൻ അദാബിന്നാർ എന്ന ദുആ നിർവഹിക്കണം. അടുത്തത് നോക്കൂ. 4ാം തക്ബീറിനു ശേഷം അല്ലാഹുമ്മ ലാ തഹ്രിംന അജ്റഹു വലാ തഫ്തിന്ന ബഅദഹു വഗ്ഫിർ ലനാ വലഹു എന്ന ദുആവും ചൊല്ലണം. തുടർന്ന് സലാം വീട്ടണം. മറ്റു മഹല്ലുകളിൽ വെച്ച് മയ്യത്ത് നിസ്കരിക്കാൻ ഖാലി ആഹ്വാനം ചെയ്തു. മയ്യത്ത് മറവ് ചെയ്യാൻ മക്ബറയിലേക്ക് എടുത്തു. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ എന്ന് ചൊല്ലി മയ്യത്ത് ഖബറിൽ ഇറക്കി വെച്ചു. മുഖവും നെഞ്ചും കിബിലയിലേക്ക് തിരിച്ചു. കവിൾത്തടം മറ നീക്കി മണ്ണിലേക്ക് ചേർത്ത് വെച്ചു. ശേഷം മൂടുകല്ല് വെച്ചു. മിൻഹാ ഖലഖിനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് ചൊല്ലി 3 തവണ മണ്ണ് വാരിയിട്ടു. മുഅദ്ദിൻ തൽക്കീൻ ചൊല്ലിക്കൊടുത്തു. എല്ലാവരും തസ്ബീത്ത് ചൊല്ലി. നമുക്ക് ആ തസ്ബീത്ത് നോക്കാം. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്രി അൻ ജംബൈഹ്, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ. ശേഷം ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും ഓതി ദുആ ചെയ്ത് പിരിഞ്ഞു. അടുത്ത പാരഗ്രാഫ് നോക്കൂ. മയ്യത്തിനെ അനുഗമിക്കുകയും നിസ്കരിക്കാനും മറവ് ചെയ്യാനും കൂടെയുണ്ടാവുകയും ചെയ്താൽ 2 കീറാത്ത് പ്രതിഫലം ലഭിക്കും. ഉഹുദ് മലയോളമുള്ള പ്രതിഫലമാണ് 1 കീറാത്ത് എന്ന ഹദീസ് ഖാലിദ് ഓർത്തു. അല്ലാഹുവേ, എനിക്കും ഇവിടെ കൂടിയവർക്കും 2 കീറാത്ത് കൂലി നൽകണമേ എന്ന് അവൻ മനസ്സിൽ പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുവേ, ചോദ്യവേളയിൽ മയ്യത്തിന് നീ സ്ഥൈര്യം നൽകണമേ. അടുത്ത് ആ ബോക്സ് നോക്കൂ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അതിൻ്റെ അർത്ഥം അല്ലാഹുവേ, മയ്യത്തിന് നീ പൊറുത്തു കൊടുക്കണമേ. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ ജനാസ നിസ്കാരത്തിൽ നിർവഹിക്കുന്ന ദുആകൾ എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൂട്ടുകാരതെല്ലാം കാണാതെ പഠിക്കുക. ഇനി നമുക്ക് അതിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്ത്, അതിലെ 1ാമത്തെ പ്രവർത്തനം. മക്തൂബ് 1. മയ്യത്ത് നിസ്കാരത്തിലെ 3ാം തക്ബീറിന് ശേഷമുള്ള ദുആ. ഇതിന് ദുആ നമ്മളിപ്പോൾ പാഠത്തിൽ പഠിച്ചതാണ്. ആ ദുആ ആണ് നമ്മൾ എഴുതേണ്ടത്. അത് നമുക്ക് നോക്കാം. അതിൻ്റെ ഉത്തരം:
അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി വഅക്രിം നുസുലഹു വവസ്സിർ മദ്ഖലഹു വഅസിൽഹു ബിൽമാഇ വസ്സൽജി വൽബറദി വനക്കിഹി മിനൽ ഖത്തായ കമാ യുനക്കി സൗബുൽ അബിയദു മിനദ്ദനസി വഅബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി വഅദ്ഖിൽഹുൽ ജന്നത വഅഇദ്ഹു മിൻ അദാബിൽ ഖബരി വഫിത്നതിഹി വമിൻ അദാബിന്നാർ. അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കൂ. മയ്യത്ത് നിസ്കാരത്തിലെ 4-ാം തക്ബീറിന് ശേഷമുള്ള ദുആ, അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഉത്തരം: അല്ലാഹുമ്മ ലാ തഹ്രിംന അജ്റഹു വലാ തഫ്തിന്ന ബഅദഹു വഗ്ഫിർ ലനാ വലഹു. മൂന്നാമത്തത്, ഖബറിലേക്ക് മണ്ണ് വാരിയിടുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. അതിൻ്റെ ഉത്തരം: മിൻഹാ ഖലഖിനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. ഇനി നാലാമത്തത് തൽക്കീൻ. അപ്പം നമുക്ക് തൽക്കീൻ നോക്കാം. അസ്സലാമു അലൈക്കും ദാര ഖൗമിൻ മുഅ്മിനീന വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗതി വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ വമൽ ഹയാത്തദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. യാ അബ്ദല്ലാഹി ഇബ്ന അമത്തില്ലാ ഉദ്ഖിറൽ അഹദൽ ലദീ കുൻത അലൈഹി ഫീ ദാരിദ് ദുനിയ വഖറജ്ത അലൈഹി ഇലാ ദാരിൽ ആഖിറ كنت تشهد أن لا إله إلا الله وأن محمد رسول الله وتشهد أن الموت حق وأن القبر حق وأن السؤال حق وأن البعث حق وأن الحساب حق وأن الجنة حق وأن النار حق وأن لقاء الله تبارك وتعالى حق إذا جاءك الملكان الكريمان القائلان المسميان بمنكر ونكير عليهما الصلاة والسلام فأيقظاك وأجلساك وسألاك من ربك ومن نبيك وما دينك وما قبلتك ومن إخوانك فقل لهما بلسان طليق فصيح بلا جزع ولا فزع الله ربي ومحمد النبي والإسلام ديني والكعبة قبلتي والمسلمون إخواني ثبتك الله بالقول الثابت يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي വദ്ഖുലി ജന്നതി. അടുത്ത് അഞ്ചാമത്തത് തസ്ബീത്ത്. അതിൻ്റെ ഉത്തരം: അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ് അല്ലാഹുമ്മ ജാഫിൽ ഖബ്ര അൻ ജൻബൈഹി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ. അടുത്ത് ആറാമത്തത് അസ്സലാത്തുൽ ഇബ്രാഹിമിയ. ഇബ്രാഹിമിയ സ്വലാത്ത് എഴുതുക. അതിൻ്റെ ഉത്തരം: അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അപ്പോൾ അതാണ് അവിടെ എഴുതേണ്ടത്. അടുത്ത് തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നുബയ്യൻ. അതിലൊന്നാമത്തത് മയ്യത്ത് നിസ്കാരത്തിൻ്റെ രൂപം വിവരിക്കുക. അതിൻ്റെ ഉത്തരം: ഹാജറുള്ള മയ്യത്താണെങ്കിൽ ഈ മയ്യത്തിൻ്റെ മേലുള്ള ഫർലിനെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതുക. മറഞ്ഞ മയ്യത്താണെങ്കിൽ ഇന്നാലിന്ന മയ്യത്തിൻ്റെ മേൽ ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതുക. ശേഷം ആദ്യത്തെ തക്ബീർ ചൊല്ലി കൈകെട്ടി ഫാത്തിഹ ഓതുക. ശേഷം രണ്ടാം തക്ബീർ ചൊല്ലി കൈകെട്ടി ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുക. ശേഷം മൂന്നാം തക്ബീർ ചൊല്ലി കൈകെട്ടി മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക. നാലാം തക്ബീർ ചൊല്ലി കൈകെട്ടി എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. തുടർന്ന് സലാം വീട്ടുക. അപ്പോൾ അതാണ് അവിടെ എഴുതേണ്ടത്. അടുത്ത് നോക്കൂ, തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നഖ്റ, വായിക്കാനുള്ളതാണ്. അവിടെ നോക്കൂ,
അല്ലാഹു മഗ്ഫിർ ലഹു, അതിൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹുവേ മയ്യത്തിന് നീ പൊറത്തു കൊടുക്കണമേ. അടുത്തത് വസിൽഹു, മയ്യത്തിനെ നീ കുളിപ്പിക്കണമേ. അസ്സൽജ്, മഞ്ഞ്. അൽബറദ്, ആലിപ്പഴം. നക്ഹി മിനൽ ഖതായ, പാപങ്ങളിൽ നിന്ന് അവനെ ശുദ്ധീകരിക്കണമേ. അബദിൽ ഹുദാരൻ ഖൈറം മിൻ ദാരിഹി, തൻ്റെ ഭവനത്തേക്കാൾ ഉത്തമമായ ഭവനം അവന് നീ പകരം നൽകണമേ. അദ്ഖിൽഹുൽ ജന്നത, അവനെ സ്വർഗത്തിൽ കടത്തേണമേ. അഇദ്ഹു മിൻ അദാബിൽ ഖബരി, ഖബർ ശിക്ഷയിൽ നിന്ന് അവന് അഭയം നൽകണമേ. അടുത്തത് 4ാമത്തെ പ്രവർത്തനം, നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. 1ാമത്തെ ചോദ്യം, മരിച്ചവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യൽ നിർബന്ധമാണ്? ഉത്തരം, മയ്യത്തിനെ കുളിപ്പിക്കൽ, കഫൻ ചെയ്യൽ, അവൻ്റെ മേൽ നിസ്കരിക്കൽ, അവനെ മറമാടൽ എന്നിവ നിർബന്ധമാണ്. 2ാമത്തെ ചോദ്യം, മയ്യത്ത് സംസ്കരണത്തിൽ ആദ്യാവസാനം പങ്കെടുക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ത്? ഉത്തരം, 2 കീറാത്ത്. 3 കീറാത്ത് എന്നാൽ എന്ത്? ഉത്തരം, ഉഹദ് മലയോളമുള്ള പ്രതിഫലമാണ് കീറാത്ത്. 4 മയ്യത്തിന് പുറത്തു കൊടുക്കാൻ കാളി ജനങ്ങളോട് പറഞ്ഞു, ഇതിന്റെ ഉദ്ദേശമെന്ത്? ഉത്തരം, എങ്കിൽ പരലോകത്ത് അവനെ ആ തെറ്റിൽ നിന്നും അല്ലാഹു തആല മോചിപ്പിക്കും എന്നതാണ് അതിന്റെ ഉദ്ദേശം. 5ാമത്തെ ചോദ്യം, മയ്യത്തിന് വേണ്ടി യാസീൻ ഓതാൻ നിർദ്ദേശിക്കപ്പെടുന്ന ഹദീസ് എഴുതുക. ഉത്തരം, ഇഖ്റഉ അലാ മൗതാകുമു സൂറത്ത യാസീൻ. അപ്പോൾ കൂട്ടുകാർക്ക് ഈ പാഠവും അതിലെ തദ്രീബാത്തും മനസ്സിലായല്ലോ. അപ്പോൾ കൂട്ടുകാർക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.